ഇന്നത്തെ ഈ പദ്ധതിയിൽ നിരവധി മേഖലകൾ കൂടി കവർ ചെയ്യാൻ പറ്റും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 40 ടീമുകൾ 6 സെക്ടറുകളായി തിരിഞ്ഞാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. മുണ്ടക്കൈ, ചൂരൽമല അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ രണ്ടാമത്തേതും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർ വില്ലേജ് റോഡ് നാലാമത്തേതും GHSS വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരവുമാണ് ആറാമത്തെ സോൺ. ഇത്തരത്തിൽ 6 സോണുകളായി തിരിഞ്ഞ് 40 ടീമുകൾ ഈ തെരച്ചിലിൽ ഏർപ്പെടും. അതിൽ ഈ സേന പട്ടാളത്തോടൊപ്പം തന്നെ NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് ഈ തെരച്ചിലിൽ ഏർപ്പെടുക. ഓരോ ടീമിലും പ്രാദേശികമായ വിവരങ്ങൾ നൽകുന്നതിന് ഈ 3 നാട്ടുകാരും അതോടൊപ്പം വനം വകുപ്പ് ജീവനക്കാരും ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുറമേ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ കൂടി ഒരേ സമയം ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ കൂടി നടക്കും. 40 കിലോമീറ്റർ ചാലിയാർ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷൻ്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നും സംയുക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തിക്കുമെന്നുള്ളതാണ്. അത് കൂടുതൽ സാങ്കേതികപരമായി തെരച്ചിലിന് കൂടുതൽ സഹായം നൽകും. കാരണം ഡ്രോൺ ബേസ്ഡ് റഡാർ ആയതുകൊണ്ട് തന്നെ അത് എയറിൽ നിന്നുകൊണ്ട് തന്നെ ഈ തെരച്ചിലിന് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക സഹായം നൽകും എന്നുള്ളതാണ്. അനൂപ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഈ മരണസംഖ്യയിൽ ഇപ്പോൾ 300 കടന്നു എന്നാണ് പറയുന്നതിൽ കൃത്യമായൊരു കണക്കുണ്ടോ? ഈ എത്ര പേരെയാണിപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? എത്ര പേരാണ് ഈ ക്യാമ്പുകളിലടക്കം കഴിയുന്നത്? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ? ആദ്യഘട്ടം മുതൽ തുടങ്ങിയ ത്വരിത രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിക്കാനായത് രക്ഷാപ്രവർത്തകർക്ക് നിരവധി ജീവനുകളാണ്. ഏതാണ്ട് 2000-ഓളം പേരെയാണ് പല മേഖലകളിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്നവരും മറ്റുമായി കണ്ടെത്തിയതും അവരെ രക്ഷപ്പെടുത്തിയതുമെല്ലാം. ഏതായാലും അത്തരത്തിൽ ഒരു ആദ്യഘട്ടം മുതൽ തന്നെ ഏകോപിതമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതിനാൽ തന്നെ രക്ഷപ്പെടുത്തുന്നവരുടെ എണ്ണം ആ രീതിയിൽ വളരെ അധികം വർദ്ധിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പേരെ രക്ഷിക്കാനായ രക്ഷാപ്രവർത്തനം ഏതായാലും അത് വളരെ ത്വരിതഗതിയിൽ ആദ്യഘട്ടം മുതൽ നടത്തിയ ഏകോപനത്തിൻ്റെയും മറ്റും ഫലമാണ്. ഇപ്പോൾ ഇനി ജീവനോടുകൂടി ആരും ഈ മലമുകളിൽ ഇല്ല, ഈ ദുരന്തബാധിത മേഖലകളിൽ ഇല്ല എന്നാണ് സൈന്യം പറയുന്നത്. ഔദ്യോഗികമായി സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ച മരണങ്ങൾ 189ആണ്. 85 പുരുഷന്മാരും 76 സ്ത്രീകളും 27 കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഔദ്യോഗികമായി സർക്കാർ നൽകിയ വിവരത്തിൽ പറയുന്നു. 107 പേരെ ബന്ധുക്കൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 279 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. 100 ശരീരഭാഗങ്ങളാണ് ഇതിനകം ദുരന്തബാധിത മേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. 225 പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത്. അത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. 96 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 129 പേരെ പ്രാഥമികമായ ചികിത്സ നൽകി അവരുടെ പരിക്കുകൾ സാരമുള്ളതല്ല എന്ന് കണ്ട് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയനാട്ടിൽ 91 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതാണ് ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും കൂടുതൽ പേർ ഇനി മുകൾ ഭാഗത്തോ ജിരുമറ്റം അട്ടമല പ്രദേശത്തോ ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്നാണ് സൈന്യം ഉൾപ്പെടെ അറിയിക്കുന്നത്. ഹെലികോപ്റ്റർ നിരീക്ഷണം വഴി സൈന്യം അത് ഉറപ്പിച്ചു എന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ചില ആദിവാസി മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടന്നവരെ അട്ടമല ഭാഗത്തു നിന്നെല്ലാം വനംവകുപ്പെത്തി രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ അവർ ഒരു വനപ്രദേശത്ത് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങൾ ഇനി ഈ മേഖലയിൽ ഇല്ല എന്നാണ് വനം വകുപ്പും പറയുന്നത്. വനം വകുപ്പിൻ്റെ കയ്യിലെല്ലാം ഇവിടെ ഈ വനമേഖലയോട് ചേർന്ന് ഉള്ള ആദിവാസി സങ്കേതങ്ങളും മറ്റ് സ്ഥലങ്ങളും ഉള്ളതായി അവരുടെ പക്കൽ വിശദമായ രേഖകളും വിവരങ്ങളുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ചുള്ള വിവരശേഖരണം വനംവകുപ്പിനേറെ എളുപ്പവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വനംവകുപ്പ് നേരിട്ടെത്തി അവരെ രക്ഷിച്ചത്. ഇനി ആ മേഖലകളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് വനംവകുപ്പും പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാഥമികമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടം
ഇത്തരത്തിൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ രക്ഷാപ്രവർത്തനം, അതായത് ജീവനോട് ശേഷിക്കുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തിയുള്ള അതിൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി എന്ന് പറയേണ്ടി വരും. ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ വല്ല ദുരന്തത്തിൽപ്പെട്ട് ഒഴുകിയെത്തി ജീവനോട് ശേഷിക്കുന്നവരോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയവരോ മറ്റോ ഉണ്ടെങ്കിൽ അവരെയും, അതോടൊപ്പം ഈ മണ്ണിനടിയിൽ പോയ വീടുകളിൽ നിന്ന് മറ്റുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് ലക്ഷ്യവുമെല്ലാമാണ് ഇത് പൂർത്തീകരിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ 4ാം ദിവസം. അതുകൂടി കണക്കാക്കിയാണ് അതിൻ്റെ 2ാം ഘട്ടം എന്ന രീതിയിൽ ഒരു സുസജ്ജമായ സംവിധാനം ഏകോപിതമായി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നത്. പ്രാദേശികമായ വിവരശേഖരണം വലിയ പ്രധാനമുള്ളതാണ്. ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര ആളുകളുണ്ടായിരുന്നു, അവരുടെ വീടുകൾ ഏതെല്ലാം സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നതെല്ലാം ഈ ഭൂമിയുടെ സവിശേഷത കൂടി കണക്കിലെടുത്ത്, അതിൻ്റെ ഘടന കൂടി കണക്കിലെടുത്ത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാദേശികമായി ഇത്തരത്തിൽ വിവരം ലഭിക്കാവുന്ന, അതിന് സഹായകമാവുന്ന ആളുകളെ കൂടി ഈ സംഘങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഈ സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ ആവശ്യമെങ്കിൽ അങ്ങനെ അത്തരത്തിൽ മുഴുവൻ സജ്ജീകരണങ്ങളും ഓരോ സംഘത്തിനും നൽകിയാണ് ആ തെരച്ചിൽ ഇന്ന് പുരോഗമിക്കുക. അതിൽ പ്രധാനം ഇന്ന് മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തുമെല്ലാം മണ്ണ് മാറ്റി നടത്തുന്ന തെരച്ചിലാണ്. ഈ റഡാർ സംവിധാനത്തോടു കൂടിയുള്ള തെരച്ചിലും ഇന്നത്തോടുകൂടി ആരംഭിക്കാനാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ ഇന്ന് കൂടുതൽ പല മേഖലകളിലായി നടക്കും. ഈ വെള്ളരിമല വില്ലേജിന് സമീപത്തെല്ലാം വലിയ തോതിൽ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 52 മൃതദേഹങ്ങളാണ് ഒരു പ്രദേശത്തിന് മാത്രം ലഭിച്ചത്. അവിടങ്ങളിൽ വീണ്ടും മണ്ണുമാറ്റിയുള്ള തെരച്ചിൽ നടക്കും. 4ാമത്തെ സെക്ടറായിട്ടാണ് വെള്ളരിമല വില്ലേജിന് പരിസരമുള്ള സ്ഥലം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവിടെ ഈ മണ്ണുമാറ്റിയുള്ള തെരച്ചിൽ കാര്യക്ഷമമായി നടത്താനാണ് ആലോചന. അതുകൂടാതെ തന്നെ ഈ ചാലിയാർ പുഴയുടെ വശങ്ങളിൽ പരമാവധി സ്ഥലം കേന്ദ്രീകരിച്ചു ഏതാണ്ട് 25 മീറ്ററോളം ചൂരൽമലയിൽ നിന്ന് ചാലിയാർ പുഴ പോകുന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ ഇരുകരകളിലും പുഴകളിലും പോലീസിൻ്റെ ഡൈവിംഗ് സംഘങ്ങളും ഉൾപ്പെടെ ചേർന്ന് തെരച്ചിൽ നടത്താനുള്ള തീരുമാനം ഉണ്ട്. ഏതായാലും അത്തരം തെരച്ചിലിൽ അത്തരം കാര്യങ്ങൾ കൂടി നടക്കും. ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിരവധിയായ മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് മാത്രമല്ല, അത് പോകുന്ന നിലമ്പൂരിൽ നിന്ന് വരെ അല്ലെങ്കിൽ അതൊഴുകി പോകുന്ന മലപ്പുറം ജില്ലാ അതിർത്തികളിൽ വരെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസവും മറ്റും ഇവിടേക്ക് എത്തിക്കുകയും എല്ലാം ചെയ്തതാണ്. ഏതായാലും അതുകൂടി കണക്കിലെടുത്ത് ആ മേഖലകളിൽ സജീവമായ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഏതായാലും അല്പസമയത്തിനകം ബെയ്ലി പാലത്തിലൂടെ രക്ഷാപ്രവർത്തകരെ, ഈ ദൗത്യ സംഘങ്ങളെ അവിടേക്ക് കടത്തിവിടും. അതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്.